ജനമനസ്സുകളിലുണ്ട് എന്നതിന്റെ തെളിവാണ് ഗവൺമെന്റ് അതിന്റെ എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് 3 ദിവസം മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്ത്, കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത്, അതുപോലെ തന്നെ അധികാരത്തിന്റെ മുഴുവൻ സൗകര്യങ്ങളും ദുരുപയോഗം ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് പോലും വലിയ രീതിയിലുള്ള പിന്തുണ UDF-ന് ജനങ്ങൾ നൽകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധിയെഴുത്ത് പൂർണ്ണമായും പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായ വിധിയെഴുത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തി. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യമായി പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ, നമുക്കറിയാം സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങളാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിന്റെ പേരിൽ ഇവിടെ ഇടതുപക്ഷം എന്തെല്ലാം പ്രചരണം നടത്തി, പെൻഷൻ ലഭിക്കാത്ത ആളുകളെ പോലും വെച്ചുകൊണ്ട് പ്രചരണം നടത്തി, പ്രകടനം നടത്തി. ആ പ്രകടനത്തിന് വന്ന ഇടതുപക്ഷ സഹപ്രവർത്തകർ പോലും ശ്രീ ആര്യാടൻ ഷൌക്കത്തിന് വോട്ട് ചെയ്തു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു. CPM വളരെ ആസൂത്രിതമായി മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയ പ്രചരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എല്ലാവർക്കും അറിവുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മലപ്പുറം ജില്ലയ്ക്കെതിരായി മുഖ്യമന്ത്രി തന്നെ നടത്തിയ പ്രസംഗങ്ങൾ, അതിനു മുമ്പ് LDF നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങൾ, അതിന് മറുപടി പറയണം എന്ന് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് അതിന് കൊടുത്ത മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ ഗവൺമെന്റിന്